എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇനി നമുക്ക് കുട്ടികളുടെ ഉടുപ്പുകളൊക്കെ ഇപ്പോൾ പ്ലെയിൻ ആയിട്ടുള്ള കുഞ്ഞുങ്ങളുടെ ഉടുപ്പുകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കത് പെട്ടെന്ന് തന്നെ സിമ്പിളായിട്ട് ഡിസൈൻ ചെയ്തെടുക്കാൻ പറ്റും. ബൊട്ടീക്കിലൊക്കെ ചെയ്യുന്ന പോലെ തന്നെ നമുക്കും ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ഈ ഒരു ഡിസൈനാണ് ഞാനിന്ന് കാണിക്കുന്നത്. ഇതിൽ ഞാൻ ഫ്ലവറാണ് വെച്ചിട്ടുള്ളത്, പിന്നെ ബീഡ്സും വെച്ച് കൊടുത്തിട്ടുണ്ട്. നല്ല സിമ്പിളായിട്ട് നമുക്ക് ഈ ഫ്ലവർ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. ഇതിപ്പോൾ ഞാൻ നെറ്റിൻ്റെ മെറ്റീരിയൽ വെച്ചിട്ട് ഈ ഫ്ലവർ ചെയ്തിട്ടുള്ളത്. നമുക്ക് ഏത് മെറ്റീരിയൽ വെച്ചിട്ട് വേണമെങ്കിലും ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതിനുപോലെ പ്ലെയിൻ ആയിട്ടുള്ള ഡ്രസ്സുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഡിസൈൻ ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇതുപോലെ ഒരു പ്ലെയിൻ നെറ്റാണ് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നത്, വൈറ്റ് കളറ്. അപ്പോൾ ഞാൻ അത് എടുത്തിട്ടുണ്ട്. ഇതുപോലെ സ്റ്റിച്ച് ചെയ്തിട്ട് ബാക്കി വന്നിട്ടുള്ളൊരു പീസാണ് കേട്ടോ. അപ്പോൾ അതിൽ നിന്ന് ഞാൻ 9 ഇഞ്ച് ലെങ്ത്തിൽ ഒരു പീസ് കട്ട് ചെയ്തിട്ട്, നമുക്ക് ഫ്ലവറിന് നിങ്ങൾക്ക് എന്തോരം ലെങ്ത്ത് വേണോ അതിനനുസരിച്ച് നോക്കിയിട്ട് എടുക്കാം. ഞാനിപ്പോൾ 9 ഇഞ്ചാണ് ഇതിൻ്റെ നീളം എടുത്തിട്ടുള്ളത്, വീതി 2 ഇഞ്ച് കേട്ടോ. എന്നിട്ട് ഇത് രണ്ടായിട്ട് മടക്കുക. ഇതുപോലെ മടക്കിയിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അതിൻ്റെ താഴെയായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇതിപ്പോൾ ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കൈകൊണ്ട് തുന്നിയെടുക്കാൻ മേലാന്നുണ്ടെങ്കിൽ മെഷീനിൽ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. എന്നിട്ട് എന്ത് ചെയ്യുക, അതിൻ്റെ ഒരു അറ്റം ഇതുപോലെ സേഫ്റ്റി പിന്ന് വെച്ചിട്ട് ഇതുപോലെ കുത്തി ഉള്ളിലോട്ട് എടുക്കാം. നമുക്ക് നല്ല വശം തിരിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് കണ്ടോ. ഇതുപോലെ സേഫ്റ്റി പിൻ വെച്ചിട്ട് ഉള്ളിലോട്ട് കുത്തി എടുത്തിട്ട് ഇതുപോലെ വലിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് നല്ല ഭാഗം തിരിച്ചു കിട്ടും. സ്റ്റിച്ച് ചെയ്തത് കാണാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതുപോലെ ഒരു നീഡിലും ത്രെഡ് കൊടുക്കാം. നമുക്ക് റണ്ണിങ് സ്റ്റിച്ച് കൊടുക്കണം. സാധാരണ പോലെ ഇതുപോലെ കണ്ടോ തുന്നി എടുക്കുകയാണ്. അതിൻ്റെ താഴെ നമ്മൾ തുന്നിയെടുക്കുകയാണ്. സാധാരണ സ്റ്റിച്ചാണ് കേട്ടോ കൊടുക്കുന്നത്. ഇതുപോലെ നമ്മൾ തുന്നിയെടുക്കാം. ഇതുപോലെ ഞാൻ മുഴുവനായിട്ട് നമ്മൾ അറ്റം വരെ നമ്മൾ റണ്ണിങ് സ്റ്റിച്ച് കൊടുത്തു. എന്നിട്ട് നമ്മൾ ഈ ത്രെഡ് വലിച്ചു കൊടുക്കുകയാണ് കണ്ടോ. അപ്പോൾ നമുക്കിതുപോലെ ഫ്ലവറിൻ്റെ ഷേപ്പിൽ നമുക്ക് കിട്ടും കണ്ടോ. ഇതുപോലെ നമുക്ക് കിട്ടും. ഒരു ഫ്ലവറിൻ്റെ പെറ്റൽ പോലെ തോന്നിക്കുന്ന രീതിയിൽ നമുക്ക് വരും. ഇനി നമ്മൾ ഇതുപോലെ ഇങ്ങനെ ചുരുട്ടി ഒരു ഫ്ലവർ ഷേപ്പിൽ നമ്മളിങ്ങനെ കൈകൊണ്ട് തന്നെ ആക്കി കൊടുത്താൽ മതി. നിങ്ങൾക്ക് വലിയ ഫ്ലവർ വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് തുണിയുടെ നീളം എടുക്കുക കേട്ടോ. ചെറുത് മതിയെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, നമ്മൾ ഇതുപോലെ പിടിച്ചിട്ട് ചുറ്റി ഫ്ലവറിൻ്റെ ഇതിലാക്കിയിട്ട് പിടിച്ചിട്ട് നമ്മൾ തുന്നി കൊടുക്കുകയാണ്. നമ്മൾ ഇതുപോലെ ചേർത്ത് വെച്ചിട്ട് തുന്നി കൊടുക്കുകയാണ് അവിടെ ഉറച്ചു നിൽക്കാനായിട്ട്. നമ്മൾ ചേർത്ത് പിടിച്ചില്ലേ ആ ഭാഗങ്ങൾ തുന്നിയെടുക്കണം, അല്ലെങ്കിൽ അത് പെട്ടെന്ന് വിട്ടു പോരും. അപ്പം നമ്മൾ ഇതുപോലെ തുന്നിയെടുക്കാം കേട്ടോ. ഇതുപോലെ നന്നായിട്ട് ചെയ്തതിന് ശേഷം പിന്നെ ഇതിൻ്റെ ഞാൻ ബീഡ്സ് വെച്ച് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ സെൻറ്ററിലായിട്ട് ബീഡ്സ് വെച്ച് കൊടുക്കുന്നുണ്ട്. ഹാഫ് ബീഡ്സ് ആണ് വെച്ച് കൊടുക്കുന്നത്. നമുക്ക് ഇതിലേക്ക് മാച്ചിങ് ആയിട്ട് ഏത് കളർ വേണമെങ്കിലും എന്ത് വേണമെങ്കിലും വെച്ച് കൊടുക്കാം കേട്ടോ. സ്റ്റോണോ എന്തെങ്കിലും നമുക്ക് വെച്ച് കൊടുക്കാം. ഞാനിപ്പോൾ ഇത് ബീഡ്സ് ആണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇതിൽ സെൻറ്ററിലായിട്ട് ബീഡ്സ് വെച്ചിട്ട് നമ്മൾ തുന്നിയെടുക്കണം. അത് അതിൽ ഒട്ടിയിരിക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഗ്ലൂ വെച്ച് കൊടുക്കാം. എങ്ങനെ വേണമെങ്കിലും ചെയ്തെടുക്കാം കേട്ടോ. നന്നായിട്ട് തുന്നിക്കൊടുക്കുക. ബീഡ്സിൻ്റെ ഉള്ളിലൂടെ നമ്മൾ നീഡിൽ കൊടുത്തിട്ട് അതിൽ ഒട്ടിയിരിക്കുന്ന മാതിരി വിട്ട് പോരാത്ത രീതിയിൽ നമ്മൾ തുന്നിയെടുക്കണം കേട്ടോ. ഇപ്പോൾ നല്ലോണം തുന്നിയെടുത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ കെട്ടിയിട്ട് കൊടുക്കുകയാണ് അതിൻ്റെ ബാക്ക് സൈഡിൽ. എന്നിട്ട് നമ്മൾ ആ ത്രെഡ് കട്ട് ചെയ്ത് കളയും. അപ്പോൾ അത്രയേ ഉള്ളൂ. സിമ്പിളായിട്ട് നമ്മുടെ ഫ്ലവർ റെഡി ആയിട്ടുണ്ട്. ഇതിപ്പോൾ നമുക്ക് ഇങ്ങനെയാണ് വേണ്ടതെന്നനുസരിച്ച് നമ്മുടെ ഒരു ഐഡിയ പോലെ നമുക്ക് ഇതുപോലെ ഫ്ലവേഴ്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. സിമ്പിളായിട്ടുള്ള ഫ്ലവർ നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ നിങ്ങളുടെ ഐഡിയ അനുസരിച്ച് ചെയ്തെടുക്കാമെന്നുള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് നിങ്ങളിപ്പോൾ കാണുന്ന വീഡിയോയുടെ തൊട്ട് താഴെ റെഡ് കളറിൽ സബ്സ്ക്രൈബിന് ഒരു ബട്ടൺ ഉണ്ടാവും. അതൊന്ന് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു ബെൽ ബട്ടണും കൂടി വരുത്തുക. അതും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അപ്പോൾ മാത്രമേ ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.